ടേബിൾ മോടിച്ചിട്ടാണ് കേട്ടോ, ചെറിയൊരു വൈബ്രേഷൻ അടി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിത് ഒരു ടോയ് കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു കാർ തന്നെ നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോക്ക് ക്രോളർ എന്നുള്ള ഒരു കാർ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാർ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിട്ടിലും ക്വാളിറ്റി ആയിരുന്നു. ആ ഒരു റേറ്റിന് 990 രൂപ വില വേറെ സൈറ്റിലും ഷോപ്പിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ആമസോണിൽ ആ ഒരു ഐറ്റത്തിന് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. നല്ലൊരു ഓഫറിന് ഞാൻ മേടിച്ചത്. ഞാൻ 860 രൂപയൊക്കെ ഉണ്ട് ആ സാധനം മേടിച്ചത്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാർ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഞാനിപ്പോൾ പറഞ്ഞ ഒരു ബ്രാൻഡ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു റേറ്റ്, അത്യാവശ്യം നല്ലൊരു റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു കാർ ഞാൻ മെയിനായിട്ട് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതേ ഇവിടെ വേണ്ട ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് തപ്പാം. ഇതേ ഇവിടെ വേണ്ട ഇരിപ്പുണ്ട് കേട്ടോ. വരാം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതോടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ജാതിമ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നേരെ പോയിട്ട് അൺബോക്സ് ചെയ്യാം. പോയി നമ്മുടെ ബോക്സ് തന്നെ എടുക്കാം. തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതാണ് കമ്പനിയുടെ പേര്, വെംലെ. ഈ ഒരു കമ്പനിയുടെ തന്നെയാണ് ഞാൻ നേരത്തെയും ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, RC ക്രോളർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്കും പ്രൊഡക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റിയും അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റിവ്യൂസാണ് ഞാൻ എൻ്റെ മെയിൻ അട്രാക്ഷൻ. നല്ല റിവ്യൂ, അതായത് ലോ ബഡ്ജറ്റിൽ കിട്ടാവുന്നതിൽ അത്യാവശ്യം ടോപ്പ് സാധനം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. നിങ്ങൾ തുറക്കുക, ഇങ്ങനെ എടുക്കുക. വാവ്, ഏടാ പോരെ സാധനം കണ്ടെങ്കിൽ നമ്മളപ്പോൾ ഇന്ന് മേടിച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓടിയാണ്ട് മേടിച്ചേട്ടാ. ഇതെന്നെ എടുത്താലൊക്കെ എന്താ പോലെ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതായത് പെട്ടി പൊട്ടിക്കാൻ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായില്ലായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു കേട്ടോ. അതെ, നമുക്ക് വണ്ടി തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ, പിന്നെ ഒരു ചാർജിങ് കേബിൾ, പിന്നെ നമ്മുടെ കാർ. ഇതിപ്പോൾ അടിയിൽ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാൻ കേട്ടോ. എന്ത് സീനടാ, ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടോ. ഏഴ മോനെ, നല്ല പക്ക ഫിനിഷിങ് കിട്ടും അതിൻ്റെ. അപ്പോൾ നമുക്ക് ബാറ്ററി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കത്തി കൊണ്ട് തന്നെ നമുക്കിത് തുറക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റിയെന്ന് നമുക്ക് നോക്കാം. ബാറ്ററിയാണ്, അതെനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞത്, ഏത് ബാറ്ററിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു എടുത്തു. സിംഗിൾ ബാറ്ററിയിലാണ് ഈ സാധനം വന്നത്. കണ്ടോ, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. ഈ ഒരു ഒറ്റ ബാറ്ററി മതി, ഈ വണ്ടി നല്ല പവറായിരിക്കും. കാരണം മറ്റേ റോക്ക് ക്രോളറും ഇതേപോലെ സിംഗിൾ ബാറ്ററിയിൽ ഓടുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററി ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് അങ്ങനെ വെക്കാം. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ സ്റ്റിയറിംഗ് കൺട്രോൾ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഇതേപോലെ റൈറ്റും ലെഫ്റ്റും കൊടുത്തിട്ടുണ്ട്. സ്ട്രൈറ്റാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ചാർജിങ് പോർട്ട് തന്നെ ഉണ്ട്. ഇതേപോലത്തെ സാധാരണ ഒരു USB കേബിളാണ് വന്നത്. അപ്പോൾ ഈ ഒരു USB കേബിൾ കൊണ്ട് നമുക്ക് ലാപ്ടോപ്പുമേ പവർ ബാങ്കുമേ, അത് സാധാരണ ഒരു മൊബൈൽ അഡാപ്റ്ററിൽ നമുക്ക് ഇങ്ങനെ കുത്തി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെ കുത്തി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു C ടൈപ്പാണ് വന്നത്. നമ്മുടെ റിമോട്ട് കൺട്രോളറിൽ ബാറ്ററി ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതുമ്മ ബാറ്ററി ഉണ്ടാവില്ല കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റിമോട്ടിൽ എല്ലാ വണ്ടികളിലും തരാത്ത പോലെ ഈ ഒരു വണ്ടിക്കും റിമോട്ട് കൺട്രോളറിൽ ബാറ്ററി ഇല്ല. അപ്പോൾ ബാറ്ററി നമ്മൾ കഴിഞ്ഞ വണ്ടിയുടെ ബാറ്ററി നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടുന്നു. ഓക്കെ, അപ്പോൾ അതേ ബാറ്ററി നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പാനസോണിക് ബാറ്ററി ഇട്ടിട്ടുണ്ട്. 1.5 വോട്ടിൻ്റെ ബാറ്ററിയാണ് ഈ 2 എണ്ണം. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ഇടാം. പരിപാടി സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എടുത്ത വണ്ടിയുടെ കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡായിരുന്നു. അപ്പോൾ റെഡിന് ഇപ്രാവശ്യം റേറ്റ് കുറവായിരുന്നു. ബാക്കിയുള്ള വണ്ടികൾക്ക് എങ്ങാണ്ട് 10-40 രൂപ എങ്ങാണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ റെഡാണ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് മെയിനായിട്ട് പർച്ചേസ് ചെയ്ത ഒരു പ്രത്യേക ഒരു ഭംഗി കൂടിയും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. റേറ്റും കുറവായിരുന്നു, പക്ഷേ എന്നാലും റെഡ് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് റെഡ് എടുത്ത്. അപ്പോൾ നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോളർ. ഇത് അപ്വേഡ്, ബാക്ക്വേഡ്, റൈറ്റ്, ലെഫ്റ്റ്. അപ്പം നമ്മുടെ മറ്റേ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക്
ക്രോളറിൽ അങ്ങനെ തോക്ക് പോലെ ഇരിക്കില്ലേ, അങ്ങനത്തെ ഒരു റിമോട്ട് കൺട്രോളറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സാധാരണ ഒരു റിമോട്ട് കൺട്രോളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് ഓണാക്കാം. വണ്ടി ഓണാക്കിയിട്ടുണ്ട്. അതെ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കാം. നമുക്ക് ജസ്റ്റ് ഓടിച്ച് നോക്കാം. അതായത് സെറ്റാണ്ടാ, വേറെ മൂടി. അത് സംഭവം വേറെ ഉഷാറുണ്ട് വണ്ടി. ഓടി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് താഴ്ത്തുന്ന കമൻറ്റ് ചെയ്യട്ടെ, എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ താഴ്ത്തുനിന്ന് മെൻഷൻ ചെയ്യട്ടാ. വണ്ടി താഴത്തേക്ക് പോയിട്ടാ, നിലത്തേക്ക് പോയി, നമ്മുടെ ടേബിളിൽ നിന്ന് താഴത്തേക്ക് പോയിട്ടാ. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ, അതാണ് വേറെ കോമഡിനകത്ത്. വണ്ടിക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ഇട്ടാ, സെറ്റാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടീനെ പറ്റി ഒന്ന് പറയാം. അതായത് ഇതേ ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബ്ലാക്ക് കോമ്പോയിലാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലത്തൊക്കെ ആ ഒരു ലൈറ്റിൻ്റെയും പിന്നെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ നല്ലൊരു പക്ക ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ബഡ്ജറ്റിന് കേട്ടോ, അതായത് ഞാൻ വെറും 679 രൂപയ്ക്ക് മേടിച്ചൊരു ഐറ്റം കേട്ടോ. എന്തായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി നല്ലോണം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പെയിൻറ്റിങ് ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ ബോഡി ക്വാളിറ്റിയൊക്കെ ആയാലും നല്ല പെർഫെക്ഷനാണ് കേട്ടോ, ഉള്ള പറയാലോ. പിന്നെ ഇതിൻ്റെ സ്പോയിലറും എല്ലാം കൊണ്ടും ഓക്കെയാണ് വണ്ടി. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്കൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ ഒരു കാറ്. എന്തായാലും പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഒരു കളക്ഷൻ എന്നുള്ള രീതിയിൽ വെക്കണവർക്കും എന്തായാലും അവർക്ക് ഓക്കെ ആയിരിക്കും. സെറ്റാണ് വണ്ടി. എന്തായാലും എനിക്കെങ്കിലും ഇഷ്ടപ്പെട്ട്. കുറച്ചൊരു വൈബ്രേഷൻ തോന്നിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടേബിൾ മേ ഓടിച്ചിട്ടാണെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല, ജസ്റ്റ് വേറെ സ്ഥലത്തേക്കൊന്ന് ഓടിച്ചിട്ട് നോക്കണം, അന്നേരം നമുക്ക് ഇത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, ബാക്കിലേക്ക് അടിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ പോലെ തോന്നുന്നുണ്ട്. എന്താ സംഭവം അത്? ടേബിൾ മോടിച്ചിട്ടാണ് തോന്നുന്നു കേട്ടോ. ബാക്ക് അടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫ്രണ്ട് അടിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ അടിക്കണം ടേബിൾ മേ. എന്താ സംഭവം? അങ്ങനെ കുഴപ്പമില്ല, സെറ്റാണ് വണ്ടി. അത് പൈസക്ക് എന്തായാലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി അവർക്ക് എന്തായാലും തരാൻ പറ്റുമെങ്കിൽ അതല്ലേ എൻ്റെ ഒരു ഇത് അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നുള്ളൊരു മൈൻഡാണെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊഡക്റ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നല്ലൊരു ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ തീരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഗ്രാബ് ഇറ്റ് നൗ ഗൈസ്. താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ്. ഇനി ആമസോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് കൊണ്ട് തുടങ്ങുക, അത് നിങ്ങൾക്ക് മേടിക്കാം. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഇത് കിട്ടുക. വേറെ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതലായിരുന്നു ഈ ഒരു ഐറ്റം, സെയിം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐറ്റം നല്ലൊരു വിലക്കുറവ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ആമസോൺ ത്രൂ. അപ്പോൾ താഴത്തെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാൽ മതി. അപ്പോൾ ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ MRP ഉണ്ട് 1499 രൂപയാണ് ഇതിൻ്റെ ഒരു MRP വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെറും 679 രൂപയ്ക്ക് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എനിക്കിഷ്ടപ്പെട്ട്, വണ്ടി നൈസാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതേ നമ്മുടെ കാറ് ഇവിടെ കിടക്കുന്നുണ്ട്, ആ ഒരു വൈബിൽ ഞാൻ ഇട്ടേക്കണേണ്. കണ്ടാ ഏടാ മോനെ, എന്താ വൈബ്. വെംബ്ലി എന്ന് പറഞ്ഞ ഒരു കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ മെയ്ഡ് സാധനമാണ്. ഇന്ത്യൻ മെയ്ഡ് സാധനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ഇത് ചൈനീസ് പ്രൊഡക്റ്റ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്ട്സിന് ഇനി വേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ താഴത്ത് എന്തായാലും ഇട്ടേക്കട്ടോ. ഏതൊക്കെ കാറാ അല്ലെങ്കിൽ ബസ്സാ ലോറിയാ, നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ചാനലിലേക്ക് എന്തായാലും നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സാണ് നമ്മുടെ അടുത്തത് ഇനി ഏത് എടുക്കണം എന്നുള്ളൊരു ഇതൊക്കെ വന്നത്. അപ്പോൾ ഞാൻ കാണാത്ത ഏതെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.